ഇൽമ് നമ്മൾ പഠിക്കേണ്ട ഒരു ഇൽമാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ, നമ്മുടെ നഫ്സിനെ നന്നാക്കിയെടുക്കാൻ, നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന നമ്മുടെ നഫ്സ് കുറ്റകൃത്യങ്ങളെ കൊണ്ട് കൂടുതൽ കൽപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന ഈ നഫ്സിനെ, ആത്മാവിനെ, അതിനെ പരിപോഷിപ്പിച്ചെടുക്കാനല്ല ഇൽമ്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മോചിപ്പിച്ച് നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവാക്കി മാറ്റിയെടുക്കണം. നന്മക്ക് പ്രചോദനമുള്ള, നന്മക്ക് താല്പര്യമുള്ള, നന്മകൾ കൊണ്ടു നടക്കുന്ന, ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ സമയം ചെലവഴിക്കുന്ന ആത്മാവാക്കിയിട്ട് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിച്ചെടുക്കണം. ആ ഒരു ഇൽമും ഞാനും നിങ്ങളും പഠിക്കേണ്ട ഇൽമാണ്. വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല, നോമ്പ് തന്നെ നിങ്ങൾ നോക്ക്. നോമ്പിനെ പറ്റി ആയത്തിൽ പഠിക്കുന്ന ഒരാള്, നന്നായി പഠിക്കുന്ന ഒരാള്, നോമ്പ് കൊണ്ട് എത്ര മാറ്റാണ് അല്ലാഹു തആല നൽകുന്നത്. നോമ്പ് എന്തെല്ലാം രോഗങ്ങൾക്ക് ശിഫയാക്കിയിട്ടാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ശാരീരിക രോഗങ്ങൾക്ക് മാത്രമല്ലല്ലോ നോമ്പ് ശിഫയാകുന്നത്, മാനസിക രോഗങ്ങൾക്ക് വരെ നോമ്പ് ശിഫയാണ്. മാനസിക രോഗങ്ങൾക്ക് വരെ നോമ്പ് ശിഫയാണ്. അതുകൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ കഴിവില്ലാത്ത ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്ക് നോമ്പ് നോറ്റുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞത്. അതയാളെ ശരീരത്തെ തഖ്വയിലായി പിടിച്ചു നിർത്താനുള്ള വലിയൊരു മരുന്നാണ് നൽകിയത്. നോമ്പിന് അങ്ങനെ ഒരു കഴിവുണ്ടോ? നോമ്പിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ കഴിവിലേക്ക് നോമ്പ് എത്തുമ്പോഴാണ് നോമ്പിന്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കിട്ടുന്നത്. നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ രണ്ട് ഷർത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. തറാവീഹ് നിസ്കരിക്കുന്ന ആൾക്കും ലൈലത്തുൽ ഖദറിൽ എണീറ്റ് ദ്വാരക്കുന്ന ആൾക്കും നിസ്കരിക്കുന്ന ആൾക്കൊക്കെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണ പ്രതിഫലമായി പറഞ്ഞത് ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വൈകല്യങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന വലിയ അമലായിട്ട് നോമ്പിനെയും നിസ്കാരത്തെയൊക്കെ പറഞ്ഞതിന്റെ മുമ്പ് രണ്ടെണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഒന്ന് ഈമാനൻ, നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല തികഞ്ഞ വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം ഈ നോമ്പ് നോൽക്കുന്നത്. അത് അല്ലാഹു തആല എനിക്ക് നിർബന്ധമാക്കിയൊരു അമലാണ്, ഈ നിസ്കരിക്കുന്നത് എനിക്ക് സുന്നത്താക്കിയൊരു അമലാണ് എന്ന തികഞ്ഞ ഈമാനോടെ, അതിന്റെ കൂട്ടത്തിൽ വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചും. പ്രതിഫലം ആഗ്രഹിച്ചും എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിയ്യത്ത് നന്നാക്കലാണത്. എങ്ങനെയാണ് നിയ്യത്ത് നന്നാക്കൽ? നോമ്പ് എത്ര ദിവസം നീണ്ടുപോയാലും ഇത്രയും നീണ്ട ദിവസം നോമ്പ് നോൽക്കണമല്ലോ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വരരുത്. നോമ്പൊരു പ്രയാസമായി ഒരിക്കലും നിനക്ക് അനുഭവപ്പെടരുത്. നോമ്പ് നിനക്ക് ആത്മാവിനുള്ള ഭക്ഷണമായി സന്തോഷകരമായി തോന്നണം. നിസ്കരിക്കുന്ന നിസ്കാരം എത്ര ദീർഘമായാലും ആ നിസ്കാരം കൊണ്ട് നിനക്ക് നിന്റെ ആത്മാവിന്, നിന്റെ ശരീരത്തിന് നല്ലൊരു പോഷണമാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് മടുപ്പില്ലാതെ നീ നിസ്കരിക്കണം. സമയം കൂടുതലാണ്, ഇത്ര മതിയെന്ന് കരുതിയിട്ട് പിന്തിരിഞ്ഞു പോയാൽ അത് ലഭിക്കില്ല. നോമ്പ് ഇത്ര മണിക്കൂർ കൂടുതലാണല്ലോ എന്ന നിലയ്ക്ക് ഒരു ഭാരം തോന്നാൻ പാടില്ല, ഒരു പ്രയാസം നിന്റെ മനസ്സിൽ പിടിപെടാൻ പാടില്ല. എത്ര മണിക്കൂറാണെങ്കിലും നോമ്പ് നോൽക്കും. നമ്മളെ നാട്ടുകാരൊക്കെ ഏറിപ്പോയാൽ ഒരു 12 അല്ലെങ്കിൽ 12.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. പകല് കുറച്ചും കൂടി നീണ്ടാൽ ഇനി ഏറെപ്പോയ ഒരു 13 കൂട്ടിക്കോളും. നമ്മുടെ രാജ്യത്ത് സൂര്യപ്രകാശം ആദ്യം തട്ടുന്ന ഒരു സ്ഥലമാണ് ഫിജി എന്ന് പറയുന്ന പ്രദേശം. കഴിഞ്ഞ വർഷം അവിടെ നോമ്പ് നോറ്റ ആൾക്കാർ 22 മണിക്കൂറാണ് നോമ്പ് നോറ്റ്. 2 മണിക്കൂറേ അവർക്ക് രാത്രി കിട്ടിയിട്ടുണ്ട്. അവരെ നിയ്യത്ത് നന്നാക്കിയ കൂലി നമുക്ക് ഉണ്ടാവില്ല അല്ലെ? പ്രയാസം. നമുക്ക് ഉള്ള പകലെന്നെ തേച്ചൊപ്പിച്ച് മുന്നോട്ട് പോകാൻ ആളുകൾ. ഒരു പ്രയാസം അതിൽ തോന്നാൻ പാടില്ല. അൽഹംദുലില്ലാഹ് റാഹത്തോടെയാകണം ആ നോമ്പ് നോൽക്കുന്നത്. എങ്ങനെ മഹാന്മാരതിന് ഉദാഹരണം പറഞ്ഞെന്നറിയോ? ജിഹാദിന് പോകുന്ന ആളുകൾ, യുദ്ധത്തിന്, ഇസ്ലാമിക സമരത്തിന് പോകുന്ന ആളുകൾ
നാടും വീടും കുടുംബവും ഒക്കെ ഒഴിഞ്ഞിട്ട് സ്വർഗം പ്രതീക്ഷിച്ചു പോകുന്നത് പോലെ ഒരാനന്ദം ഈ നോമ്പ് കൊണ്ടുണ്ടായിത്തീരണം. അപ്പോഴേ ആ നോമ്പിന് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം നമുക്ക് ആഖിറത്തിൽ ലഭിക്കുകയുള്ളൂ. നോമ്പ് അത്രയും നല്ലൊരു അമലാണ്. അല്ലാഹു തആല നിയ്യത്ത് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ. നല്ലോണം അതിനെ സംബന്ധിച്ച് പഠിക്കണം. നമ്മുടെ ഖൽബിനെ, നമ്മുടെ സ്വഭാവങ്ങളെ പരിഷ്കരിക്കാൻ, മാറ്റാൻ ഏറ്റവും വലിയ നിർദ്ദേശമാണ്